സ്റ്റെപ്പ് ഒന്ന് ചേർന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്, അത് വിത്ത് ട്രെയിനിങ്, അതിൻ്റെ കൂടെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ കരിയർ ഡെവലപ്മെന്റ്സ്, മെമ്മറി ഇൻക്രീസിങ്, ഇതുപോലെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. നേരത്തെ എല്ലാ ഫ്ലോറിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? വായിച്ചില്ലല്ലേ? എല്ലാവരും വായിച്ചല്ലേ? അപ്പൊ എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്? നിങ്ങൾ ആർക്കെങ്കിലും അറിയാം? ആരെങ്കിലും ഇതിനു മുമ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എനിവൺ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? സാർ, എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്? ആർക്കെങ്കിലും പറയാനോ? ഒരാൾ പ്രത്യേകിച്ച് വിളിച്ച് ചോദിക്കണ്ടല്ലോ, പറയാൻ പറ്റും. എവിടെ ഷോർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ, ഒരു സംശയം വേണ്ടാന്നുള്ളത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ഈസ് എ ഷോർട്ട് കട്ട് നോളജ് ടു റീച്ച് റൈറ്റ് ഗോൾ ഇൻ ലൈഫ്. നിങ്ങൾ മനസ്സിലായോ? ആരെങ്കിലും അതൊന്ന് മലയാളത്തിലേക്ക് പറയാൻ പറ്റും? ഏതാ? നമ്മുടെ വ്യക്തികളെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഓക്കെ. അതായത് അവിടെ പ്രത്യേകം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഷോർട്ട് കട്ട് നോളജ് എന്നാണ്. ഷോർട്ട് കട്ട് നോളജ് എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റ് കൊടുക്കുന്നത് സം ടിപ്സ് ആൻഡ് ട്രിക്സ്. അതായത് എക്സാമ്പിൾ, നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. കുടുംബജീവിതത്തിൽ, വീട്ടില്, പുറത്ത്, യാത്രയില്, ജോലി സ്ഥലത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും. ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ അഡ്വൈസ് ചോദിക്കും മറ്റുള്ളവരോട്, ഇല്ലേ? അഡ്വൈസ് ചോദിക്കുമല്ലോ, ഉപദേശം ചോദിക്കും. ഉപദേശം ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ്. സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലേ? 3 തരം ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മെന്റാലിറ്റി, 3 മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഒന്ന് എന്താണെന്നറിയോ? എന്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്, ഞാൻ ഓക്കെയാണ്, പിന്നെ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാം. ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാം. അതൊന്ന്. രണ്ടാമത്തെ ടീം, ഞാൻ എന്തായാലും നന്നാവൂല, ഞാൻ ഓക്കെ അല്ല, മറ്റുള്ളവർ ഓക്കെ ആണെന്നാൽ പിന്നെ അവരുടെ കൂടെ ഇരിക്കാന്നില്ല. മൂന്നാമത്തത്, ഞാനും കണക്ക് അവരും കണക്ക് ഈ ക്ലാസ് എടുക്കുന്നവരും കണക്കാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള മെന്റാലിറ്റി അല്ലേ? ഇതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. ആറ്റിറ്റ്യൂഡിന്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ ഇംഗ്ലീഷുകാരുടെ കൂടെ നമ്മൾ ഒരു സൽക്കാരം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ, നമ്മുടെ കൂടെയുള്ള ഒരു ഇംഗ്ലീഷുകാരൻ ഒരു ഗ്ലാസ് വെള്ളം തരും. നമ്മുടെ ഇന്ത്യക്കാരന്റെ ആറ്റിറ്റ്യൂഡ് പറയണം. എക്സാമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1/4 ഭാഗം കുറച്ച് ബാക്കി കൊടുക്കും. ഏത് വീട്ടിൽ ചെന്നാലും എവിടെ നിന്ന് നമ്മൾ സൽക്കാരം സ്വീകരിക്കുമ്പോഴും നമ്മൾ കിട്ടുന്ന ജലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു 1/4 ഭാഗം ബാക്കി കൊടുക്കും. ഇതൊരു ഇന്ത്യക്കാരന്റെ മനോഭാവമാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്യും? മുഴുവൻ കുടിക്കാൻ ഒരു തുള്ളി ഒരു ഭാഗമില്ല. പറ്റാണെങ്കിൽ ഗ്ലാസ് മുഴുവൻ ചിരിച്ചിട്ട് അതിന് മുഴുവൻ നക്കി കുടിക്കും. അപ്പൊ ഇതിനോട് ചോദിക്കുക, എന്താ എന്തിനു നിങ്ങൾ ഇത് മുഴുവൻ കുടിക്കുന്നത്? അപ്പൊ ആള് പറയുന്നതെന്നറിയോ? ഞാൻ അവർ തന്ന സൽക്കാരത്തിൽ, അവർ തന്ന ആതിഥേയത്വത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഹോസ്പിറ്റാലിറ്റിയിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പറയുന്നറിയോ? ഇത് കുടിച്ച ഇവരെന്ത് വിചാരിക്കും? ഇത് മുഴുവൻ കുടിച്ച ഇവരെന്ത് വിചാരിക്കും? നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം, ഇന്ത്യക്കാരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. പാശ്ചാത്യനെ സംബന്ധിച്ചിടത്തോളം ആവിയിൽ അവൻ കപ്പലോടിക്കാന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആവിയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അത്രയും ഡിഫറൻസിലാണ്. അതേപോലെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് അവർ എന്നേ തുടങ്ങിക്കഴിഞ്ഞു. അവർ കുട്ടികൾക്കുള്ളതും അതേപോലെ ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ളതും പാരന്റിങ്ങും അതേപോലെ മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഷോർട്ട് കട്ട് നോളജാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ സം ട്രിക്സും ടിപ്സും ഇതാർക്കും പറയാം. ഇതാർക്കും സിമ്പിൾ ആയിട്ട് മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകൾ മാത്രമാണ് ടിപ്സും ട്രിക്സും എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് മാഡം നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, I request all of you to keep mobile phones silent. എല്ലാവരും ആണല്ലോ അല്ലേ?
ഉണ്ട് ആരെങ്കിലും റിങ്ങാവോ മൊബൈൽ ഇല്ലല്ലോ. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ ലൈഫ് എന്താണ്? അപ്പൊ നമ്മൾ തിരിച്ചുകൊണ്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആണ്, ഒരു യാത്രയാണ്. ലൈഫ് എല്ലാവരുടെ ജീവിതം എന്ന് പറഞ്ഞ യാത്രയാണ്. എങ്ങനെ നമ്മൾ ജനിച്ച ശൈശവം മുതൽ പിന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അല്ലെ അതിനിടയിൽ മധ്യവയസ്സം എന്നൊക്കെ പറഞ്ഞത് യാത്രയിലാണ് നമ്മൾ. ഈ യാത്ര പോകുമ്പോൾ യാത്രയുടെ ഒരു പ്രത്യേകത എപ്പോഴും, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് താജ്മഹൽ കാണാൻ ആഗ്രയിൽ പോകണം. താജ്മഹൽ കാണാൻ ആഗ്രയിൽ പോകണം. ഈ ആഗ്രയിൽ പോകുന്ന ഒരാള് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു ടിക്കറ്റ് റിസർവ് ചെയ്ത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ അങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്? അവിടെ റൂട്ട് അറിയില്ലെങ്കിൽ അവസ്ഥ എന്താണ്? അവരെന്ത് ചെയ്യും? അവിടുന്ന് മറ്റു പലരോടും അഡ്വൈസും മറ്റുള്ളവരോട് കാര്യങ്ങൾ ടിപ്സും ചോദിക്കേണ്ടി വരും. അതേപോലെ ലൈഫിലും നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ നമ്മുടെ റൂട്ട് നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ട് എന്ന് മനസ്സിലാവാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റുള്ളവരോട് അഡ്വൈസ് ടിപ്സും ട്രിക്സും. ആ ടിപ്സും ട്രിക്സും കുറച്ച് മുൻകൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ആ ടിപ്സും ട്രിക്സും കുറച്ച് മുൻകൂട്ടി കൊടുക്കുക. അത് ആ യാത്ര പോകുന്ന വ്യക്തി ഇവിടുന്ന് ട്രെയിൻ കയറുന്നതിന് മുമ്പേ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഇറങ്ങണം, അവിടെ നിന്ന് ഏത് വണ്ടി പിടിച്ച് പോകണം, റൂട്ട് മാപ്പ് എന്താണ്, അത് കൃത്യമായിട്ട് അവർ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ യാത്ര സുഖകരം. അതേപോലെ ഈ ഷോർട്ട് കട്ട് നോളജ് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ലൈഫില് നമ്മുടെ യാത്ര സുഖകരമാണ്. ഇതാണ് ഈസി. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിൽ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് പറയുന്ന ഒരു വിഷയമാണെന്ന് അറിയാം, ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രസ് കോഡ് ഏറ്റവും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, അതായത് ഓരോ സ്ഥാപനത്തിനും അല്ലെങ്കിൽ ഓരോ ജോലിക്കും ആവശ്യത്തിനനുസരിച്ചുള്ള ഡ്രസ് കോഡ് പറയും. അതുകൊണ്ടാണ് നഴ്സുമാർക്ക് ഒരു വെള്ള എന്ന് പറയുന്ന ഒരു ഡ്രസ് കോഡ് ഉള്ളത്. അതേപോലെ എയർ ഹോസ്റ്റസിന്റെ ഒരു കോഡ് ഉണ്ടാവും. അതേപോലെ ഏത് ജോബിലുണ്ടോ ആ ജോബിലുള്ളവർക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടാവും. സ്കൂളുകളിലെ യൂണിഫോം പോലും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഡ്രസ് കോഡ് നമ്മൾ പറയും. ഈ ഡ്രസ് കോഡ് നമ്മൾ പറയേണ്ടെങ്കിൽ പോലും എന്നിട്ട് നമ്മൾ പറയും അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കനാണ്. അതേപോലെ ആഫ്രിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയാണ്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആരാണ്? ആരെന്ന് പറഞ്ഞേ? ആരാ? പ്ലീസ് പറയാം. എന്താ അറിയോ? ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന പേഴ്സണാലിറ്റി മഹാത്മാഗാന്ധി. എല്ലാവർക്കും സംശയമില്ല. പക്ഷെ മഹാത്മാഗാന്ധി ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ മഹാത്മാഗാന്ധി അപ്പൊ എവിടെയാ ട്രെയിനേഴ്സ് കോൺട്രഡിക്ട് ചെയ്യുന്നത്? വൈരുദ്ധ്യം പറയുന്നത് എവിടെയാണ്? ട്രെയിനേഴ്സ് വൈരുദ്ധ്യം പറയുന്നത് എവിടെയാണ്? ട്രെയിനിങ്ങിൽ മുഴുവൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിൽ മുഴുവൻ, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ആരൊക്കെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ്. ഈ ക്വസ്റ്റിന്റെ മുമ്പിൽ തീർച്ചയായിട്ടും ക്വസ്റ്റിന്റെ മുമ്പിൽ നിൽക്കും. എവിടെയാണ് കോൺട്രഡിക്ട് ചെയ്യുന്നത്? എന്താ പറയുക? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പറയുന്നു ഡ്രസ് കോഡ്. നമ്മുടെ അറ്റയർ, നമ്മുടെ ബിഹേവിയറിന്റെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ് നമ്മുടെ വേഷം എന്ന് പറയുന്നത്. നമ്മുടെ വേഷം, പിച്ചക്കാരന്റെ വേഷവും നമ്മുടെ വേഷവും ഒരു കമ്പനി എംഡിയുടെ വേഷവും വ്യത്യാസമുണ്ട് തീർച്ചയായും. അപ്പൊ അങ്ങനെ അത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് പറയുന്നു? ഡ്രസ് കോഡ് പറയുന്നു. എന്നിട്ട് പറയുന്നു ഏറ്റവും നല്ല പേഴ്സണാലിറ്റി മഹാത്മാഗാന്ധിക്ക് എന്ത് ഡ്രസ് കോഡാണ്? മഹാത്മാഗാന്ധിക്ക് എന്ത് ഡ്രസ് കോഡാണുള്ളത്? പക്ഷെ അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പേഴ്സണാലിറ്റി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ബേസ്ഡ്, അതായത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള, അതിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഒന്ന്. രണ്ടാമത്തത് നോൺ മെറ്റീരിയലിസ്റ്റിക്, ഭൗതികതയെ അല്ലാതെ അതിനപ്പുറത്ത് വേറെ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള, പ്രത്യേകിച്ച് ആത്മീയത കൂടി ചേർന്നിട്ടുള്ള യാത്രയായിട്ട് ആ ഒരു ഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ. അപ്പൊ രണ്ട് തരത്തിലുണ്ട്. പക്ഷെ ഇതിൽ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തല്ല, ആദ്യത്തേതാണ്, രണ്ടാമത്തേതല്ല. മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എങ്ങനെ വിജയം കൈവരിക്കാം എന്നുള്ളതിന്റെ ഷോർട്ട് കട്ട് നോളജാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് നമ്മുടെ വിഷയം, ഇന്നത്തെ വിഷയം. തീർച്ചയായിട്ടും നമുക്ക് നോളജ് കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും നോളജ് കിട്ടിയിട്ടുണ്ടല്ലോ. എല്ലാവർക്കും നോളജ് ഇപ്പൊ എന്താണ് നോളജ് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണ്, കാത്, മൂക്ക്, തൊക്ക്, പിന്നെന്താണ്
പഞ്ചേന്ദ്രിയങ്ങൾ സയൻസ് പഠിച്ച ഒരാൾ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഇയർ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ 5 സെൻസസ് കൊണ്ട് നമ്മൾ അറിയുന്ന, നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കുന്ന, നമ്മൾ അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നോളജ്. അതുകൂടാതെ 6th സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. 6th സെൻസ് തീർച്ചയായിട്ടും 6th സെൻസിനെയാണ് ഇപ്പോൾ ബിഹേവിയറൽ സയൻസ് വിളിക്കുന്നത്. എന്താ ബിഹേവിയറൽ സയൻസ് 6th സെൻസിനെ വിളിക്കുന്നത് തേർഡ് ഐ എന്നാണ്. മൂന്നാമത്തെ കണ്ണെന്നാണ് വിളിക്കുന്നത്. ശരിയല്ലേ? തേർഡ് ഐ എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, അതായത് നാം എന്ന് പറയുന്ന ഒരു സത്ത, അത് അതിന്റെ പിറകിലുള്ള വശമാണ്. ആ വശത്തേക്ക് നമ്മൾ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന വിജ്ഞാനമാണ് എന്ത്? നോളജ്. ഈ നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. നമ്മൾ സ്കൂളിൽ പോയത് അതിന് തന്നെയാണ്. ഞാൻ എക്സാമ്പിൾ ചോദിക്കുന്നത്, എന്തിനാണ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്? നോളജിനാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുന്നത്? നമുക്കറിയില്ല എന്തിനാണ് നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട് അയക്കുന്നത്. അതായത് സമഗ്രമായ, പൂർണ്ണമായിട്ട് മാനസികവും ശാരീരികവും ഭൗതികവും ബുദ്ധിപരമായും ആത്മീയപരമായും ഉയർന്ന തലത്തിലുള്ള സമഗ്രമായ ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതാണ്. ശാരീരികം, മാനസികം, അതേപോലെ ബുദ്ധിപരം, അതേപോലെ നമ്മുടെ ആത്മീയപരമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് ഐ ഡെവലപ്പ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് അറിയാതെ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് കാര്യമില്ല. നമ്മൾ തീർച്ചയായിട്ടും എന്തിനാണ് അവരെ അയക്കുന്നത്? ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നാം എന്തിനത് ചെയ്യുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് അത് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും അതിന്റെ ലക്ഷ്യം എന്താണ്, ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സ്കൂളുകളിലേക്ക് ഇവരെ അയക്കുന്നു. ഇവരെ അയച്ചിട്ട് ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന നോളജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നോളജ് ലഭിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നോളജ് ലഭിക്കുന്നു. പക്ഷേ നമ്മുടെ സ്കൂളുകളിലെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എവിടെയും എങ്ങനെ, അല്ലെങ്കിൽ ഒരു ബയോളജി ക്ലാസ്സിലോ ഒരു കെമിസ്ട്രി ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ക്ലാസ്സിലോ ഒരു ക്ലാസ്സിലും ഒരു മനുഷ്യൻ എങ്ങനെ ഒരു നല്ല മനുഷ്യനാവാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കും. ഒരു മനുഷ്യൻ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാന്ന് ക്ലാസ് കൊടുക്കാറുണ്ട? പിടിയിട്ടുണ്ട? എങ്ങനെ നല്ല ജീവിതം ജീവിക്കാന്നുള്ളത് ക്ലാസ് കൊടുക്കില്ല. ഉണ്ടാ? പിടിയിട്ടുണ്ട? ഇല്ല. അത് എവിടെ നിന്ന് കിട്ടും? അതാണ് പാശ്ചാത്യർ എന്ത് ചെയ്യുന്നു? ബിഹേവിയറൽ സയൻസിലൂടെ അവർ പാശ്ചാത്യ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിലൂടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പേഴ്സണാലിറ്റി ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗം. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്തല്ല, പര്യാപ്തമല്ല. എന്തിന്? നല്ലൊരു ജീവിതത്തിന് വേണ്ടി, നല്ലൊരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി, അതേപോലെ അവർ നല്ല ധാർമ്മികമായിട്ട് ജീവിക്കാൻ വേണ്ടി, അധാർമികമായിട്ടല്ലാതെ ധാർമ്മികമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ സ്കൂളുകളില്ല. സയൻസിന് ഒരു ലാബിലും നമ്മുടെ ബയോളജിന്റെ ഏത് ലാബിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ധാർമ്മികത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല, തെളിയിക്കാനും കഴിയില്ല. ഏതെങ്കിലും ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് മോനെ ഇന്നതാണ് നല്ലത്, ഇന്നതാണ് ചീത്താന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റുമോ? കെമിസ്ട്രി ലാബിൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെപ്പറേറ്റ്, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ നമ്മുടെ ലോകത്ത് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് പഠിക്കേണ്ടത്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇതിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? മനുഷ്യൻ എന്തിനാ കഷ്ടപ്പെടുന്നത്, മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു 3 ബൈബിളിൽ ഒരു വാചകമുണ്ട്. എന്താ പറയുന്നത് അറിയോ? നിങ്ങളെല്ലാം നേടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? നിങ്ങളെല്ലാം നേടി നിങ്ങളുടെ ആത്മാവ് നേടിയില്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് സമാധാനമാണ്. മനുഷ്യന്റെ സമാധാനപൂർണ്ണമായ ജീവിതം. നമ്മളെല്ലാം നേടി നമ്മുടെ സമാധാനപൂർണ്ണമായ ഒരു ജീവിതമില്ലെങ്കിൽ നമുക്ക് എന്താണ് നേട്ടം? ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സമാധാനപൂർണ്ണമായ ഒരു ജീവിതമാണ്. ഞാൻ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഭൗതികതയിൽ അടിസ്ഥാനമായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ആണ്. തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി അല്ല. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതിന്റെ അത് വേറൊരു ക്ലാസ് ആണ്. അത് വേറെ സെക്കൻഡ് സെക്ഷനാണ്. ഞാൻ പറയുന്ന 1ാമത്തെ സെക്ഷനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സമാധാനപൂർണ്ണമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യം. നമുക്ക് സമാധാനം, വ്യക്തിപരമായിട്ട് നമ്മുടെ അകത്ത് സമാധാനം, നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം, നമ്മുടെ കുട്ടികളിൽ സമാധാനം, നമ്മുടെ ഇണകളിൽ സമാധാനം, നമ്മുടെ മാതാപിതാക്കളിൽ സമാധാനം, നമ്മുടെ അമ്മായി അച്ഛന്മാരിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് ആരൊക്കെയുണ്ട് അവരൊക്കെ ചേരുമ്പോഴുള്ള ആ സമാധാനമാണ്. ആ സമാധാനത്തിലൂടെ സമൂഹത്തിന്റെ സമാധാനം ഉണ്ടാകും. ഇതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ
നമ്മൾ ഈ ഒരു ലക്ഷ്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിരിക്കണം.